ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. നിങ്ങളുടെ സ്വന്തം ചേച്ചി, സ്വന്തം അമ്മ. അപ്പം ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ചൂട്. ഫാൻ ഓഫ് ചെയ്തിട്ടാണ് കഥ പറയുന്നത്. ഫാൻ ഓഫ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കാര്യം പറയുന്നത്. അല്ലെങ്കിൽ ഫാനിൻ്റെ കറ 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 ഒച്ചയിൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് എൻ്റേതായ വിശേഷങ്ങൾ ഇവിടെ ഇരുന്ന് തള്ളി മറിക്കുന്നത്. അപ്പം ഇന്നും 1, 2, 3 ലൈവ് വന്ന്, രാവിലെ ഒരു ലൈവ് വന്ന് കാപ്പി കുടിച്ചു. നമ്മുടെ മിക്ക ലൈവും എല്ലാവരും ചോദിക്കാറുണ്ട്, തീറ്റയും കുടിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈവ് വന്നാൽ പോരേന്ന് പലരും ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഏത് ലൈവ് എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഒന്നേ നമ്മൾ തീറ്റി കുടി അല്ലെങ്കിൽ നമ്മുടെ പാചകം, അങ്ങനെ മിക്ക ലൈവും അങ്ങനെയൊക്കെയാണ്. മിക്കതും കൂടുതലും കഴിച്ചുകൊണ്ടുള്ള ലൈവ് തന്നെയാണ് കേട്ടോ. കഴിച്ചുകൊണ്ടുള്ള ലൈവ് തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് ചായയും കുടിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ലൈവ് ചെയ്താൽ പോരെയെന്ന്. നമ്മളങ്ങനെ ശീലിച്ച് പോയി കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ലൈവ് വരുമ്പോഴാണ് ജോലി ചെയ്യാൻ എനർജി. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ലൈവ് വരുമ്പോൾ ജോലി ചെയ്യാൻ ഉത്സാഹം കൂടുതലാണ്. ജോലി ചെയ്ത് ലൈവ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, രണ്ട് കാര്യവും നടക്കും. ലൈവും നടക്കും, ജോലിയും നടക്കും. വെറുതെ വന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴല്ല, ലൈവിലിരിക്കുമ്പോഴത്തേക്ക് ആൾക്കാരൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. നമ്മുടെ എനർജിയാണ് പോണത്. നമ്മൾ ഈ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഈ ഇതിൽ നിന്ന് വരുന്ന ആ വോയിസ് സംസാരമായാലും അതും ഒരു ജോലിയാണ്, കൊടുക്കണ്ടേ. ഇങ്ങനെ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ലൈവിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ആരും ഇല്ലെങ്കിൽ നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആൾക്കാരുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഫലം ഉണ്ടെന്ന് പറയാം. നമ്മൾ കഷ്ടപ്പെടുന്നതിന് ഫലം ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഇന്ന് 1, 2 തൊട്ട് രാവിലെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, 2, 3 ദിവസം കൊണ്ട് ജോലിക്ക് പോകുന്നില്ല. ലീവായതുകൊണ്ട് വീട്ടിൽ 30 ജോലിയുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും ചിന്തിക്കാനും ഡിപ്രഷൻ അടിക്കാനൊന്നുള്ള സമയമില്ല കേട്ടോ. 2, 3 ദിവസം ഞാൻ വീട്ടിൽ നിന്നെങ്കിൽ എനിക്കൊന്നും ചിന്തിക്കാനുള്ള സമയവും കാര്യങ്ങളും, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കിടക്കുമ്പോഴല്ല, ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡിപ്രഷനാണ്. ഇങ്ങനെ വെറുതെ കിടക്കും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ നമ്മൾ തുടരുക. എന്തെങ്കിലും നമുക്ക് വിഷമം കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ തുടർന്ന് നമുക്കൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. അല്ലെങ്കിൽ ഞാൻ പിന്നെ ജോലിക്ക് പോകാത്ത ദിവസം ഉണ്ടല്ലോ, ഞാൻ ഒന്നും ചെയ്യാൻ നിൽക്കില്ല, കിടക്കും കേട്ടോ. കിടന്ന് എൻ്റെ ക്ഷീണവും തളർച്ചയൊക്കെ തീർക്കും. അപ്പോൾ ഒരു പരിധി വരെ നമ്മൾ കിടക്കും. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ പെട്ടെന്ന് ഡിപ്രഷനും ചിന്തയൊക്കെ വരും. പിന്നെ ആകെ ഒരു ഒറ്റപ്പെട്ട ഫീലിങ്, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഇപ്പം ഞാൻ 2, 3 ദിവസം ലീവ് എടുത്ത് നിന്നെങ്കിലും ഒന്നിനും സമയം തികയുന്നില്ല എന്നൊരു പ്രശ്നമേ ഉള്ളൂ. നമ്മൾ താഴെ ഞാൻ പറഞ്ഞല്ലോ, താഴത്തേക്ക് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയൊക്കെ ഇട്ടേക്കണം. അങ്ങനെ അതിപ്പോൾ ഉള്ളത് കൊണ്ട് സാധനം പകുതി ഒതുക്കി അങ്ങനെ കയറ്റി, പിന്നെ ബാക്കി കിടന്നതിന് എന്തായാലും നമ്മൾ അതും ഞാൻ വിചാരിച്ചു അതൊക്കെ ഒതുക്കാമെന്ന്. അങ്ങനെ അതെല്ലാം ഒതുക്കി മൊത്തത്തിൽ അവിടെ ക്ലീനായി. ഇനി ഒരു ഉപ്പ് ചിരട്ട പോലും അവിടെ ആരും ഇല്ല. ആരെങ്കിലുമൊക്കെ വരുന്നവർക്ക് വരട്ടെ എന്നുള്ള രീതിക്ക് എല്ലാം ഒതുക്കി ക്ലീനാക്കി. ഇന്ന് രാവിലെ 30 പണിയുണ്ടായിരുന്നു. അവിടെ താഴത്ത് പോയി എല്ലാം ചെയ്ത് അങ്ങനെയൊക്കെ വന്ന് ഇനി ഇവിടെ സെറ്റാക്കണം കേട്ടോ. ഞാൻ മെനഞ്ഞാന്നൊക്കെ എല്ലാം സെറ്റാക്കി ഒതുക്കിയതാണ്. വീണ്ടും ഇന്നലത്തെ സാധനം എല്ലാം ഇവിടെ വാരി കിട്ടപ്പോൾ നിറഞ്ഞു. പക്ഷേ ഇന്ന് ഒതുക്കാനൊന്നും നിന്നില്ല, കുറേശ്ശെ ഒതുക്കാം. എല്ലാം കൂടെ നമ്മൾ സ്ട്രെയിൻ എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. സമാധാനമായിട്ട് കുറേശ്ശെ ഒതുക്കാം. പയ്യത്തുന്ന പനിയും തിന്നാം എന്നുള്ള മട്ടിൽ ഇന്നലെ കുറേ തുണികളൊക്കെ മടക്കാണ്ടായിരുന്നു, അതൊക്കെ മടക്കി. പിന്നെ ഇതിങ്ങനെ കുറേശ്ശെ അവിടെ നിന്ന് വലിച്ചു വാരിക്കൊണ്ടൊക്കെ ഇട്ടതൊക്കെ അങ്ങനെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടപ്പുണ്ട്. TV ഒരിടത്തിരിക്കുന്നുണ്ട്. നമ്മുടെ മിനറൽ ഫിൽട്ടർ അതൊരിടത്തിരിപ്പുണ്ട്. ഇതൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തൊക്കെയോ പറഞ്ഞ് എത്ര മിനിറ്റ് ആയെന്ന് എത്രയായെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ രാത്രി നമുക്ക് ചോറ് തന്നെയാണ് കഴിക്കുക. ഉച്ചയ്ക്ക് ഇതിനിടയിൽ ജോലിയുടെ ഇടയിലും ഞാൻ ആദ്യം കരുതി ഒരു ഊണ് വാങ്ങാമെന്ന് കേട്ടോ. ചേട്ടൻ ജോലിക്ക് പോയി, ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഒരു ഊണ് വാങ്ങാമെന്ന് കരുതിയിട്ടൊക്കെ ഇരുന്ന് അപ്പോഴത്തേക്ക് ലൈവ് ഇരിക്കുമ്പം തന്നെ മീൻകാരൻ വന്നു. ഞാൻ വിചാരിച്ചു ഞായറാഴ്ച ആയതുകൊണ്ട് മീൻകാരും കാണില്ല എന്ന് വിചാരിച്ച് രാവിലെ ലൈവ് ഇരിക്കാൻ തന്നെ മീൻകാരൻ വന്ന്. പിന്നെ ലൈവോടെ തന്നെ ഫോണും എടുത്തുകൊണ്ട് മീൻ വാങ്ങാൻ പോയി. കുഞ്ഞ് ചാളയുണ്ട്, നമ്മുടെ ഇതുണ്ടല്ലോ, കീരിച്ചാളയുടെ കുഞ്ഞും നൊത്തോലിയും കൂടെ മിക്സായത് വാങ്ങിച്ച്. തേങ്ങയൊന്നും ഇരിപ്പില്ലേ, തിരികെ തേങ്ങയൊന്നും ഇല്ലായിരുന്നു. ചിരവയൊക്കെ ഊരി മാറ്റിയൊക്കെ ഇട്ടേണ്. അതുകൊണ്ട് തേങ്ങ തിരുകാനും പറ്റത്തില്ല. ഞാൻ പുളിയും മുളകും വെച്ച് കേട്ടോ. പുളിയും മുളകും വെച്ച് കുറച്ച് ഒരു 5 ചാള എടുത്ത് വറുത്ത് ബാക്കി പുളിയും മുളകും വെച്ച്. ഇന്നലത്തെ സാമ്പാറും ഉണ്ടായിരുന്നു. ഇച്ചിരി റേഷൻ അരി ഇട്ട് ചോറും വെച്ച് ഞാനും ചക്കനും കഴിച്ചു. ഇനി രാത്രി ഇരിപ്പുണ്ട്, ബാക്കിയുണ്ട്. വറുത്ത മീനില്ലെങ്കിൽ മുട്ട പൊരിച്ച് കഴിക്കാം. അതിന് മുമ്പെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയത്. നിത്യവും നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണല്ലോ. ഞാനും എൻ്റെ വിശേഷങ്ങളായിട്ട് നിത്യവും നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തുന്നതാണ്. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തിയത്. ഇതിനിടയിൽ എന്തോ കാര്യം പറഞ്ഞ് ആ കാര്യം അങ്ങ് വിട്ടുപോയി കേട്ടാ. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഞാൻ എപ്പോഴും നമ്മളെ വീഡിയോയിലും ലൈവിലും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത അമ്പലത്തിൽ
കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ബാക്കി വരുന്ന കറികളൊക്കെ ഇങ്ങനെ വണ്ടിയിൽ വെച്ച് നമുക്ക് വീടുകൾ തോറും കൊണ്ട് തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും മോനും ഒക്കെ കഴിച്ച് തീർന്ന സമയത്താണ് കറികളൊക്കെ കൊണ്ടുവന്നത് കേട്ടോ. ഞങ്ങൾ കഴിക്കണതിന് മുന്നേ ആണെങ്കിൽ സാമ്പാറോ അവിയലോ കിച്ചടിയോ പച്ചടിയൊക്കെ വാങ്ങായിരുന്നു. ഞങ്ങൾ രണ്ടാളും കഴിച്ച് തീരാനായപ്പോഴത്തേക്കാണ് കൊണ്ടുവന്നത്. ഒന്നും വാങ്ങിയില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഇവിടെ വാങ്ങി വെച്ച് ബാക്കി വന്നാലുണ്ടല്ലോ ഇപ്പോൾ കളയാനും സ്ഥലമില്ലെന്നേ. വാങ്ങിച്ച് വെച്ച് നാളെ ഇനി ചേട്ടൻ വന്നിരിക്കണുണ്ട്, ചേട്ടന് ദേഷ്യം വരും, അതുകൊണ്ടൊന്നും വാങ്ങിയില്ല. അപ്പോൾ അതൊക്കെയാണ് ആ വിശേഷം. ഇന്നത്തെ വിശേഷങ്ങളും ഇന്നത്തെ വാർത്തകളുമാണ് നിങ്ങൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ഇരിക്കുന്ന. പിന്നെ ഇതിനിടയിൽ ഒരു കാര്യം പറയാണ്ട്, നമ്മളെപ്പോലെ ഈ ഒരു യൂട്യൂബർ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയി കിടക്കുന്ന നമ്മളെ ശ്രീലു മൈ ലൈഫാണ്. ശ്രീലു മൈ ലൈഫാണെന്ന് തോന്നുന്നു. ഒരു ടീച്ചർ കോളേജിലെ പ്രിൻസിപ്പാള്. അപ്പോൾ ഒരുപാട് വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട്. അവർക്ക് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഒരുപാട് അവർക്ക് എതിരായിട്ടും ആൾക്കാർ ചെയ്തിട്ടുണ്ട്. എന്തായാലും പാവം, എനിക്ക് കണ്ടപ്പോൾ കഷ്ടം തോന്നുന്നുണ്ട് കേട്ടോ. ആ ടീച്ചറെ വീട് എവിടെയാണോ, തൃശ്ശൂരാണ്, എവിടെയൊക്കെയാണെന്ന് തോന്നുന്നു. കറക്റ്റ് ടീച്ചറെ വീടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആളെ എനിക്കറിയാം. പക്ഷേ അവരിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അവർ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുകയാണ് കേട്ടോ. സത്യത്തിൽ എനിക്ക് കണ്ടപ്പോൾ സങ്കടം വരുന്നുണ്ട് കേട്ടോ. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ സെക്രട്ടേറിയറ്റിൽ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ഇരിപ്പുണ്ട്. നമുക്കറിയാത്ത ആൾക്കാരല്ലേ, നമ്മളത് ശ്രദ്ധിക്കാറില്ല. സ്വാഭാവികമായിട്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിൽ മാസങ്ങളോളം വർഷങ്ങളോളം അവിടെ കിടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് അവരെ അറിയില്ല, കേൾക്കില്ല. പക്ഷേ ഈ ടീച്ചറെ നമുക്ക് അറിയാമെന്നുള്ളതാണല്ലോ. നമ്മളും യൂട്യൂബും ലൈവും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അവരെ അറിയുന്നതാണ്. നമ്മൾ അവരെ ചാനലിലോട്ട് പോയിട്ടില്ലെങ്കിലും ലൈവിലോട്ട് പോയില്ലെങ്കിലും നമുക്കറിയുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അവരെ കണ്ടപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് നമ്മളൊരു കൂടപ്പിറപ്പിൻ്റെ ആ ഒരു ഫീലിംഗ്, സങ്കടം. ഇന്ന് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടേ അവിടെ നട റോഡിൽ നിന്നിരുന്ന് അവർ കോരി കുളിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണേ. അവരവരുടെ ജീവിതത്തിൽ പോലും അവരുടെ സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചിരിക്കില്ല കേട്ടോ. ഇങ്ങനെ ഈ നട റോഡിൽ നിന്ന് വന്ന് അവർക്ക് കുളിക്കേണ്ട ഒരു അവസ്ഥ വരുമെന്ന് അവരുടെ സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചിരിക്കില്ല കേട്ടോ. അതാണ് ഞാൻ പറയണം. മനുഷ്യന്മാരെ നമ്മൾ ചിന്തിക്കുന്നതും കാണുന്നതും അല്ല ദൈവം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ കാര്യങ്ങൾ എപ്പോഴാണ് മറിയണമെന്ന് നമുക്ക് പോലും അറിയാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, നാളെ എൻ്റെ അവസ്ഥ എന്താണ് ഏതാണെന്ന് ഒന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ. നമ്മൾ ചിന്തിക്കും പോലെ, നമ്മൾ പ്രവർത്തിക്കും പോലെ, നമ്മൾ കരുതും പോലെയൊന്നും അല്ല നമ്മുടെ ജീവിതങ്ങൾ ഏതും നിമിഷമാണ് മറിയണത്. ദുഷ്ടനെ പന പോലെ വളർത്തുന്നത് പോലെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുന്നവരെ കോടീശ്വരനാക്കുന്നതും കോടീശ്വരനെ ദരിദ്രനാക്കുന്നതും ഒക്കെ നിങ്ങളെ എന്നെയൊക്കെ പടച്ചു വിട്ട ആ തമ്പുരാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ ടീച്ചർ അവസ്ഥ കണ്ട് എനിക്ക് സങ്കടം വന്നു കേട്ടോ. അതൊക്കെ ഒരു വിധിയായിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ ടീച്ചർക്ക് നീതി കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഇത്രയും സൗഭാഗ്യത്തോടെ ഇത്രയും ഇതായിട്ട് കഴിഞ്ഞുകൂടി ആ ഒരു ആൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതിൽ എത്രയും പെട്ടെന്ന് ആ ടീച്ചർക്ക് നീതി കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അവർ മാത്രമല്ലല്ലോ ഒരുപാട് ആൾക്കാർ സെക്രട്ടേറിയറ്റിൽ വർഷങ്ങളോളം കിടക്കണം. ഇന്ന് ആ ടീച്ചറിൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ കണ്ടു കേട്ടോ. ഏതോ ഒരാൾ 9 വർഷമോ 10 വർഷമോ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുകയാണ്. നീതിക്ക് വേണ്ടി. എന്നാൽ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും കൂട്ടായ്മയ്ക്ക് എവിടെയും സ്ഥാനമുള്ളൂ. എവിടെ കൂട്ടായ്മയുണ്ട് അവിടെ സ്ഥാനം. നമ്മൾ ഒറ്റയ്ക്ക് പൊരുതിയാൽ ഒന്നും കിട്ടൂല, നമ്മൾ മാത്രമേ കാണുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് പൊരുതിയാൽ നമുക്ക് ആരും കൂട്ട് കാണില്ല സുഹൃത്തുക്കളെ. നമ്മളെ കൂടെ 10 പേരുണ്ടെങ്കിൽ പിന്നിലൊരു 15 പേര് കൂടെ വരും. നമ്മളെ കൂടെ ഒരു 10 പേര് നമ്മുടെ ഒരു കാര്യത്തിന് നമുക്ക് വേണ്ടിയിട്ട് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നമ്മുടെ പിന്നിലൊരു 15 പേര്. അതാണ് പറയണ കൂട്ടായ്മയും കൂട്ടവും ഉണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിനും നേട്ടമാണ്. അല്ലാതെ ഏത് കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്ക് പൊരുതി പോരാടി ആരും മൈൻഡ് ചെയ്യത്തില്ല. നമ്മളാരും മൈൻഡ് ചെയ്തില്ല. നമ്മൾ എത്ര ഇട്ട് നമ്മൾ ഹോര നടന്ന് വിളിച്ചു കൂവിയാലും നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാനോ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ആരും കാണത്തില്ല. ടീച്ചറിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്നുണ്ട്. എന്തായാലും എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എല്ലാവർക്കും അവർക്ക് അധികാരപ്പെട്ട ആവശ്യങ്ങളും അംഗീകാരങ്ങളും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ ഈ വീഡിയോസ് നടത്തുന്നുണ്ട്. ടീച്ചറിനെ എനിക്കിപ്പോൾ ഒന്ന് കാണണമെന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം നാടായ തിരുവനന്തപുരത്താണ്. ടീച്ചറിൻ്റെ വീട് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ. തൃശ്ശൂരാണോ കോഴിക്കോടാണോ എറണാകുളമാണോ എനിക്കറിയത്തില്ല. എന്തായാലും കണ്ടപ്പോൾ എനിക്ക് കഷ്ടം തോന്നി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നമുക്കും നാളെ ഏതാണ് അവസ്ഥയെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ
നിർത്തുന്നു. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര.